നമസ്കാരം. മൈ വേൾഡിലേക്കും എൻ്റെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ഭാഗ്യ തടസ്സമൊക്കെ മാറിയോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സിനോടും ഭഗവാനോടും ചോദിക്കാം. അപ്പം നിങ്ങളുടെ ഒരു തടസ്സങ്ങളൊക്കെ മാറിയോ, മാറാനുള്ള സമയമായോ എന്ന് നമുക്കൊരു കാർഡ് എടുക്കാം. യൂണിവേഴ്സിൻ്റെ തീരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതല്ലെങ്കിൽ വിട്ടുകളയാം. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് അതിൻ്റെ നന്ദി പറഞ്ഞ് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യാം. വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിങ് കാണുക. അപ്പോൾ നമുക്ക് കാർഡ് നോക്കാം. 6 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്, 4 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. നല്ലതാണ്, നല്ലൊരു പോസിറ്റീവാണ്. അതേ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സും ഈശ്വരനും പറയുന്നത് നിങ്ങളുടെ തടസ്സങ്ങളും ഒക്കെ മാറി ഒരു ഭാഗ്യ അനുഭവം വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നാണ് യൂണിവേഴ്സും ഭഗവാനും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്കും കൂടെ ചെയ്തു കൊടുക്കുക. അത് അർഹതയുള്ളവർക്ക് നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സഹായവും കൂടെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗ്യ അനുഭവം വർദ്ധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഏസ് ഓഫ് കപ്പ് പറയുന്നത് നിങ്ങൾ ആ ഒരു സക്സസ്സിലോട്ട് എത്താൻ പോവുകയാണ്. നിങ്ങൾ ഇത്രയും നാളത്തുള്ളൊരു ഭാഗ്യ തടസ്സമൊക്കെ നിങ്ങളിൽ നിന്ന് മാറാൻ പോവുകയാണ്. ഒരു സക്സസ് വരുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചിലപ്പം നിങ്ങളുടെ ഒരു മാരേജ് ഒക്കെ ഉണ്ടാവാം ചിലപ്പോൾ ഉടനെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയേക്കാം. നിങ്ങളുടെ ലൈഫിലോട്ടൊരു സന്തോഷം, ചിലപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലോട്ടൊരു ബേബി വന്നേക്കാം, ഒരു കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നേക്കാം എന്ന് ആണ് പറയുന്നത്. എന്തായാലും നല്ലൊരു സക്സസ് ആണ്. ആ ഒരു ഭാഗ്യതടസ്സമൊക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ വരുന്ന സമയമാണ്. പിന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനും കൂടെ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ. ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഒരു ഭാഗ്യാനുഭവം കൂടാൻ വേണ്ടിയിട്ട്. ലക്ഷ്മി നാരായണ മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഓം നമോ ലക്ഷ്മി നാരായണായ നമ ചൊല്ലുന്നത് നല്ലതാണ്. ഒരു 108 തവണ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഭാഗ്യ അനുഭവം വർദ്ധിക്കും. അതേപോലെ തന്നെ ലക്ഷ്മി നാരായണ മന്ത്രം ചെല്ലുന്നത് കൊണ്ട് ദാമ്പത്യ ഐക്യവും ഉണ്ടാവും, ഐശ്വര്യവും ഉണ്ടാവും. അതേപോലെ കൃഷ്ണായ ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ എന്ന മന്ത്രവും സമയം കിട്ടുമ്പോഴൊക്കെ ചൊല്ലുന്നതും വളരെ നല്ലതാണ്. അപ്പം ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് സർവേശ്വരൻ്റെ ഒരു അനുഗ്രഹം സൽകീർത്തിയും ഒക്കെ ഉണ്ടാവട്ടെ. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക, കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനും കൂടെ ശ്രമിക്കുക. അപ്പം നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഭാഗ്യാനുഭവം എത്രത്തോളം ഒരു സക്സസ്സിലോട്ട് എത്തുമെന്ന് നമുക്ക് ഏഞ്ചൽസിനോടും കൂടെ ഒന്ന് ചോദിക്കാം. ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലോട്ടൊരു റൊമാൻസ് ഒക്കെ കടന്നു വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ഫാമിലി പരമായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഒരു സക്സസ്സിലോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു മാരേജ് ആയിരിക്കാം, ഒരു റീയൂണിയൻ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലോട്ടൊരു കുഞ്ഞ് കടന്നു വരുന്നതായിരിക്കാം. അപ്പം എല്ലാം ഒരു നല്ലൊരു സക്സസ്, ഒരു ലവ്, ഒരു സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നു എന്ന് തന്നെയാണ്. ഭാഗ്യാനുഭവത്തിൻ്റെ കൂടെ തന്നെ എല്ലാം ഒരു സക്സസ്സിലോട്ട് തന്നെ കലാശിക്കട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.